അപ്പോൾ ഹജ്ജിന്റെ സന്ദർഭത്തിൽ സ്ത്രീകൾ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകൾ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. കാരണം അവിടെ പോകുന്നത് ഇവർ അടിവസ്ത്രം പോലും ഇല്ലാതെയാണല്ലോ. അപ്പോൾ ഒരു പെണ്ണാണ് ഉംറ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്നത്, തൊവാഫ് ചെയ്യുന്നത്, ജംറയിൽ കല്ലെറിയുന്നത്, കില്ല പിടിക്കുന്നത്, ഹജറുൽ അസ്വദ് മുത്തുന്നത്, അങ്ങനെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവര് ലൈംഗിക അരാജകത്വം അനുഭവിക്കുന്നവരല്ലേ. ലൈംഗിക ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു ജനത ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ലൈവ് ചാറ്റിലൊക്കെ വന്നിട്ട് കളി തരുമോ, നിന്റെ ഉമ്മായി ഒന്ന് കളിക്കാൻ തരുമോ എന്നൊക്കെ ചോദിക്കുന്നത്. കാരണം അവന്റെ ഉമ്മായെ കളിച്ചവൻ മടുത്തു, അത് കഴിഞ്ഞിട്ട് പെങ്ങളെ കളിച്ചു മടുത്തു. നമ്മളിത് പറയണമെന്ന് വിചാരിച്ചിട്ട് പറയുന്നതല്ല. നമ്മളെ കൊണ്ട് ഇവന്മാരൊക്കെ ഇത് പറയിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോ ആരെയാണെങ്കിലും ശരി, ഇവർക്ക് ഈ ഒരു ഒറ്റ ചിന്തയേ ഉള്ളൂ. പെണ്ണാണോ, കുറച്ചൊന്ന് കാണിക്കുവോ, അത് കാണുമ്പോൾ എന്ത് സുഖമാണ് കിട്ടുന്നത് അറിയില്ല. പെങ്ങട റൂമും കുത്തി തുറന്ന് പോകില്ല ഇവനൊക്കെ. സ്വന്തം മകൾക്ക് മര്യാദയ്ക്ക് അവന്റെ വീട്ടിനകത്ത് കുളിക്കാൻ പറ്റുമോ? കുളിമുറിയിൽ അതിനകത്തും ക്യാമറ കൊണ്ട് വെക്കാതിരിക്കുമോ? എങ്ങനെയാണ് ഇവനെയൊക്കെ വിശ്വസിക്കുക? കാരണം പെണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു ഭോഗവസ്തു എന്ന് മാത്രമേ ഇവനൊക്കെ ചിന്തിക്കുന്നുള്ളൂ. ഏറെ മാറിപ്പോയിരിക്കുകയാണെന്ന് ജനങ്ങൾ. അതുകൊണ്ടാണ് ഹജ്ജ് സന്ദർഭത്തിൽ പോലും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നതും. എന്നാ പിന്നെ പുരുഷൻ പോകുന്നത് പോലെ തന്നെ എന്തുകൊണ്ട് അർദ്ധനഗ്നയായി എനിക്കും തവാഫ് ചെയ്യാൻ പാടില്ല എന്ന് സ്ത്രീകൾ ചിന്തിക്കുന്നത്? ഇന്നിപ്പോ ഇതെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാൾ ഇരിക്കുന്നില്ലേ പടച്ചോൻ? നമ്മളിപ്പോ കാണുന്നത് CC ക്യാമറയൊക്കെയാണ് മുകളിലിരിക്കുന്നത് കേട്ടോ. മുകളിലിരിക്കുന്നില്ലേ പടച്ചോൻ? ലിഫ്റ്റ് തകർന്ന് വീണ് ഹജ്ജിന് പോകുന്ന ആളുകൾ മരിക്കുമ്പോൾ പടച്ചവൻ വിശ്രമത്തിലാണ്. പടച്ചോൻ ഇത് കാണാൻ പറ്റുന്നില്ല. പടച്ചോന് വേണ്ടി മനുഷ്യൻ പരസ്പരം പടവെട്ടി ചത്തു വീഴുമ്പോൾ പടച്ചോൻ അന്ധനാണ്. പടച്ചോനെ കാത്തോളി എന്ന് പറഞ്ഞ് ജനങ്ങൾ ഇങ്ങനെ പരസ്പരം തമ്മിലിടിക്കുമ്പോൾ പടച്ചോൻ പൊട്ടനാണ്. പടച്ചോന് കാണാനും പറ്റുന്നില്ല, കേൾക്കാനും പറ്റുന്നില്ല. പടച്ചോനിരിക്കണം. പടച്ചോൻ ശുക്ലമഴ തൂറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആകാശത്തിരുന്നിട്ടെ. അങ്ങനെയാണ് കേട്ടോ ഒരു ഉസ്താദ് പറഞ്ഞത്. കട്ടിയുള്ള ദ്രാവകം ഇങ്ങനെ മഴ രൂപത്തിൽ വരുന്നത് പടച്ചോന്റെ ശുക്ലമാണ്. നമ്മളാരും പറഞ്ഞതല്ല. ഇതിനും ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. നിങ്ങളെ പറയിപ്പിക്കുന്നത് നിങ്ങൾ തന്നെയാണ്, നമ്മളാരുമല്ല. ഇപ്പോ ഹജ്ജിന് പോകുന്ന ആളുകൾ അമിതമായ ചൂടിൽ മരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? പടച്ചോൻ അതൊന്ന് നിയന്ത്രിച്ചൂടെ? ലിഫ്റ്റ് തകർന്ന് വീണ് മരിക്കുന്നതും തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുന്നതും, ഉംറയ്ക്കും ഹജ്ജിനും ഒക്കെ കൊണ്ടുപോകുന്ന ഉസ്താദുമാർ ആ തീർത്ഥാടകരെ അവിടെ വിട്ടിട്ട് ഒഴിവാക്കി പോകുന്നതും, പണം പറ്റിക്കുന്നതും, പാസ്പോർട്ട് പറ്റിക്കുന്നതും, പാസ്പോർട്ടും കൊണ്ടാ പോകുന്നത് ഇവന്മാര്, ഈ പോകുന്ന ഗൈഡുകളെ. എന്നിട്ട് സ്ത്രീകളെ ശാരീരികമായിട്ട് വിനിയോഗിക്കുന്നു. ഇനിയും സ്ത്രീകൾ സമ്മതിച്ചിട്ടാണെങ്കിലും സമ്മതിക്കാതെയാണെങ്കിലും പടച്ചോൻ വിചാരിച്ചാൽ അവന്റെ കണ്ണിൽ ഒരു കരടിട്ട് കൊടുത്താൽ പോരെ, രക്ഷപ്പെടില്ലേ? ഇപ്പൊ അഫാൻ എന്ന് പറയുന്ന പയ്യൻ റമദാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴാണ് കുടുംബത്തിലെ 6 പേരെ കൂട്ടക്കുരുതി ചെയ്യുന്നത്. ഒരു ജൂനിയർ റിപ്പർ ചന്ദ്രനാകാനുള്ള തയ്യാറെടുപ്പിൽ ചുറ്റികയ്ക്ക് പ്രഹരിക്കുന്നു. പടച്ചോൻ വിചാരിച്ചാൽ അവന്റെ കണ്ണിൽ ഒരു കരടിട്ട് കൊടുത്താൽ പോരെ? വേണ്ട, അവനൊരു തൂറ്റൽ വന്നാൽ പോരെ? അവൻ കക്കൂസിന്ന് ഇറങ്ങാതെ കിടക്കൂലേ? അത്രയും ആളുകൾ രക്ഷപ്പെടത്തില്ലേ? അല്ലെങ്കിൽ പോട്ടെ, അവന്റെ അനിയനെ മന്തി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിട്ടു. ആ കുട്ടി അതുവഴി അവന്റെ ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ കണ്ട കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധു വീട്ടിലേക്ക് പോകുകയോ വല്ലതും ചെയ്താൽ പോരെ? പടച്ചോൻ വിചാരിച്ചതൊക്കെ പറ്റത്തില്ലേന്നേ. ആ കാമുകി പെണ്ണിന് ഇവൻ വിളിക്കുമ്പോൾ വരാതിരിക്കാൻ തോന്നിയാൽ പോരെ? ആ സമയത്ത് ഇവന്റെ വാപ്പയുടെ ഉമ്മ വീട്ടിലില്ലാതിരുന്നാൽ പോരെ? ആശുപത്രിയിലേക്ക് എങ്ങാനും പോയാൽ പോരെ? എന്തെല്ലാം ചെയ്യാമായിരുന്നു. ആ സമയത്ത് അവന്റെ ഉമ്മ ചുറ്റികയ്ക്ക് അടി കിട്ടി അനങ്ങാതെ മിണ്ടാതെ കിടന്നിട്ട് കഴുത്തിൽ കുരുക്കിട്ടാണ് ആദ്യം മുറുക്കിയത്. പിന്നീട് അനങ്ങിയപ്പോഴാ ചുറ്റികയ്ക്ക് അടിച്ചത്. അവരാ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ അനങ്ങിയാ പോരായിരുന്നു. ഒക്കെ പടച്ചോൻ വിചാരിച്ചാൽ നടക്കില്ലേ എന്ന് ചോദിക്കുക. ഇപ്പൊ ദാണ്ട യമനിലെ അവസാനത്തെ വിമാനവും തകർത്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. എന്തേ പടച്ചോണ്ട് തടയാൻ പറ്റാത്തത്? വിശ്വാസികളല്ലേ, അവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിക്കുന്നവരല്ലേ, അല്ലാഹുവേ കാത്തോണി എന്ന് വിളിക്കുന്നവരല്ലേ, അല്ലേ? യമനിലെ സന എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ നടത്തിയ ഇസ്രായേലിന്റെ ആക്രമണത്തിലാണ് യമനിലെ എയർവേസിന്റെ അവസാനത്തെ വിമാനവും പൂർണ്ണമായും ഇസ്രായേൽ തകർത്തു എന്ന് ഇസ്രായേൽ ഡിക്ലെയർ ചെയ്യുന്നു. ഈ ജൂതരാഷ്ട്രത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പടച്ചോനല്ലേ. പടച്ചോൻ വിചാരിച്ചാൽ ഇസ്ലാമിനെ എതിർക്കുന്ന മുഴുവൻ കാഫിറുകളെയും ഇല്ലാതാക്കാൻ പടച്ചോന് പറ്റില്ലേ? എന്നാ പിന്നെ ഇങ്ങനെ ഹമാസ് രംഗത്തിറങ്ങേണ്ട കാര്യമുണ്ടോ? ഒരു ഐസിസ്, ഒരു ലഷ്കർ-ഇ-തൊയ്ബ, ഒരു അൽ ഖ്വയ്ദയോ ഇറങ്ങേണ്ട കാര്യമുണ്ടോ?
പടച്ചോൻ എല്ലാത്തിനും കഴിവുള്ളവനാണെങ്കിൽ പാവപ്പെട്ട മനുഷ്യരെ അതിനെ ഏൽപ്പിക്കേണ്ട കാര്യത്തിൽ പടച്ചോന് തന്നെ അത് ചെയ്യാം. ഇപ്പോൾ യമനിലെ എയർവേസിന്റെ മറ്റു വിമാനങ്ങളൊക്കെ നേരത്തെ തന്നെ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ നശിപ്പിച്ചിട്ടുണ്ട്. അവശേഷിച്ച ഏക വിമാനവുമാണ് ഇപ്പോൾ ഇസ്രായേൽ തകർത്തത്. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സ് ആണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇസ്രായേൽ എയർഫോഴ്സ് സന വിമാനത്താവളത്തിലെ ഹൂതികളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് കാറ്റ്സ് പറയുന്നു. ഈ ആക്രമണത്തിൽ യമന്റെ അവസാനത്തെ വിമാനവും തകർത്തു എന്നാണ് കാറ്റ്സിന്റെ അവകാശം. സന രാജ്യാന്തര വിമാനത്താവളം ജനറൽ ഡയറക്ടർ ഖാലിദ് അൽ ഷെയ്ഫാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. യമനിലെ എയർവേസിന്റെ അവസാനത്തെ വിമാനവും പൂർണ്ണമായും ഞങ്ങൾ തകർത്തു എന്നാണ് എക്സിൽ അദ്ദേഹം കുറിച്ചത്. ഏവിയേഷൻ ഡേറ്റ അനുസരിച്ചിട്ട് സൗദിയിലേക്ക് ഹജ്ജ് തീർത്ഥാടകരുമായി പോകേണ്ടുന്ന വിമാനമാണ് തകർന്നത് എന്ന് അൽ ജസീറയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. യമനിലെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് സന. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ റൺവേ അറ്റകുറ്റപ്പണിക്കൊക്കെ ശേഷം, അത് കഴിഞ്ഞ ആഴ്ച മാത്രമാണ് വിമാനത്താവളം പ്രവർത്തനം തുടങ്ങിയത് തന്നെ. നേരത്തെ തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ യമനിയ എയർവേസിന്റെ 3 വിമാനങ്ങളാണ് തകർന്നത്. UN വിമാനങ്ങളും അതുപോലെ ബാക്കിയുള്ള ഏക യമനിയ എയർവേസ് വിമാനവുമാണ് എയർപോർട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇസ്രായേൽ വിമാനത്താവളങ്ങൾക്ക് നേർക്ക് ഹൂതികൾ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് സനയിലെ ആക്രമണം. 48 മണിക്കൂറിനിടയിൽ ഹൂതികളുടെ 2 മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ട് സംഭവിച്ചത്. ടെല്ലവീവിനടുത്തുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വിമാനത്താവളമാണിത്. വ്യോമാക്രമണത്തിന് മുമ്പ് സൈറണുകൾ മുഴങ്ങിയതായിട്ടും ആർക്കും പരിക്കില്ല എന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഇസ്രായേലിന് നേർക്ക് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഉപയോഗിച്ചതെന്നും ഹൂതികൾ പറയുന്നു. മെയ് തുടക്കത്തിൽ ബെൻ ഗുരിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ടിട്ടുള്ള ഹൂതികളുടെ മിസൈല് ലക്ഷ്യത്തിൽ തന്നെയാണ് കൊണ്ടത്. മിസൈൽ ആക്രമണത്തിന് പിന്നാലെ വിവിധ രാജ്യാന്തര സർവീസുകൾ നിർത്തലാക്കി. തിരിച്ചടിയായിട്ട് യമനിലെ തുറമുഖങ്ങളെയും സന വിമാനത്താവളത്തെയും ലക്ഷ്യമിട്ട് ഇസ്രായേൽ വിവിധ ആക്രമണങ്ങൾ നടത്തിപ്പോയി ചൊറിഞ്ഞു, തിരിച്ച് മാന്തി പൊളിച്ചു വിട്ടു ഇസ്രായേൽ. ജൂതന്മാരോട് കളിച്ചാൽ ജൂതന്മാർ കളി പഠിപ്പിക്കും. എന്നാൽ ഗാസയിൽ ഹമാസിനെതിരെ ആക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഇസ്രായേല് ഹമാസിനെ ആക്രമിച്ചെന്ന് പറഞ്ഞ ഹമാസിന് വേണ്ടി രംഗത്തിറങ്ങിയതാണ് യമനിലെ ഹൂതികൾ. ഇപ്പോൾ ഹൂതികളാണ് പണി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ള ഇറങ്ങി, ഹിസ്ബുള്ളയ്ക്ക് പണി കിട്ടി ഒരു മൂലയ്ക്ക് പോയിരുന്നു ലെബനനിൽ. ഇവർക്ക് കിട്ടിയിട്ടും അങ്ങോട്ടും മതിയാകുന്നില്ല. ഹമാസിന്റെ അവസാനത്തെ നേതാവായ തലവനെയും വധിച്ചു എന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞു. ഗാസയിലെ ഹമാസ് നേതാവായിട്ടുള്ള മുഹമ്മദ് ഇബ്രാഹിം ഹസൻ സിൻവാർ, യഹ്യാ സിൻവാറിന്റെ ബ്രദറാണ്. അയാളെയാണ് ഇന്ന് ഇസ്രായേൽ വധിച്ചത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രഖ്യാപനം തന്നെയുണ്ട് എക്സിലൂടെ. കഴിഞ്ഞ വർഷം ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയ ഹമാസ് തലവനായിട്ടുള്ള യഹ്യാ സിൻവാറിന്റെ സഹോദരനായ മുഹമ്മദ് സിൻവാറിനെ ഞങ്ങൾ വധിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. യഹ്യാ സിൻവാറിന്റെ മരണത്തിന് പിന്നാലെ മുഹമ്മദ് സിൻവാറാണ് ഹമാസിന്റെ നേതൃത്വം ഏറ്റെടുത്തത്. ഞങ്ങൾ മുഹമ്മദ് സിൻവാറിനെ ഇല്ലാതാക്കി. ഇസ്മായിൽ ഹനിയ, മുഹമ്മദ് ദെയ്ഫ്, യഹ്യാ സിൻവാർ തുടങ്ങിയ അനേകം നേതാക്കളിൽ ഇപ്പോഴിതാ മുഹമ്മദ് സിൻവാറും കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇവരെയെല്ലാം ഞങ്ങൾ ഇല്ലാതാക്കിയത് ഞങ്ങൾക്കെതിരെ അനാവശ്യമായി തിരിഞ്ഞതുകൊണ്ടാണ്. ഇസ്രായേൽ പാർലമെന്റിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിന്റെ കാര്യങ്ങളും കാരണങ്ങളും വെടിപ്പായി വ്യക്തമാക്കിയിട്ടുണ്ട്. പോയി ചൊറിഞ്ഞു വാങ്ങിച്ചതാണ്. ഒരു കാര്യവുമില്ലാതെ പോയി ചൊറിഞ്ഞു വാങ്ങിച്ചു. ഒടുവിൽ അവസാനത്തെ വിമാനവും പോയി കിട്ടി. ഇവര് കൊള്ള ചെയ്ത്, കൊല ചെയ്ത്, യുദ്ധം ചെയ്ത് കൈ തെളിഞ്ഞു. ഇവര് വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട മതത്തിന് ഇസ്ലാം എന്ന പേര് വന്നപ്പോൾ തന്നെ നമ്മൾ ഉറപ്പിച്ചതാണ് ഇത് ഇസ്ലാം തന്നെയാണ്. ഇതിനകത്ത് മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ ഇസ്ലാമിൽ സമാധാനമില്ല എന്നത് നമുക്ക് എത്രയോ നേരത്തെ അറിയുന്ന വസ്തുതകളാണ്.